നമസ്കാരം. ഞാൻ ബിബിത, മലമ്പുഴ ഗവൺമെൻറ് IT ജൂനിയർ ഇൻസ്ട്രക്ടറായി വർക്ക് ചെയ്യുന്നു. NCVT ലേറ്റസ്റ്റ് സിലബസ് പ്രകാരം 1 വർഷ കോഴ്സുകൾക്കും 2 വർഷ കോഴ്സുകൾക്കും പൊതുവായി 1-ാം വർഷത്തിൽ പഠിക്കുവാനുള്ള ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് ഞാനിവിടെ വിശദീകരിക്കുന്നത്. ഈ ഒരു പ്രസൻറ്റേഷൻ കാണുന്നത് വഴി ട്രെയിനികൾക്ക് എന്താണ് ഹീറ്റ്, എന്താണ് ടെമ്പറേച്ചർ അളക്കുന്ന സ്കെയിലുകൾ ഏതൊക്കെയാണ്, അതിനുപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഹീറ്റ് ട്രാൻസ്മിഷൻ എന്താണ്, ഏതൊക്കെയാണ് ഹീറ്റ് ട്രാൻസ്മിഷൻ മെത്തേഡ്സ് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു അവബോധം ഉണ്ടാകുന്നതായിരിക്കും. ആദ്യമായി ഹീറ്റ് എന്താണെന്ന് നോക്കാം. ഹീറ്റ് എന്ന് പറഞ്ഞാൽ താപം. ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. സൗരോർജവും രാസോർജവും പ്രകാശോർജവും ഒക്കെ പോലെ താപവും ഒരു ഊർജമാണ്. ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു അതർ ഫോംസ് ഓഫ് എനർജി. ഈ ഒരു ഊർജ രൂപത്തെ മറ്റൊരു ഊർജമായി ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കും. ഹീറ്റ് ഫ്ലോസ് ഫ്രം ഹോട്ടർ ബോഡി ടു എ കോൾഡർ ബോഡി. എല്ലായ്പ്പോഴും ചൂടുള്ള ഒരു വസ്തുവിൽ നിന്നാണ് തണുത്ത വസ്തുവിലേക്ക് താപത്തിൻ്റെ ഫ്ലോ നടക്കുക. അതായത് ടെമ്പറേച്ചർ കൂടിയൊരു വസ്തുവിൽ നിന്നും ടെമ്പറേച്ചർ കുറഞ്ഞ വസ്തുവിലേക്ക് ഹീറ്റ് ഫ്ലോ നടക്കുന്നതായിരിക്കും. ഹീറ്റ് ഈസ് മെഷേർഡ് യൂസിങ് കലോറിമീറ്റർ. കലോറിമീറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണം ഉപയോഗിച്ചാണ് ഹീറ്റ് മെഷർ ചെയ്യുന്നത്. അടുത്തതായി യൂണിറ്റ്സ് ഓഫ് ഹീറ്റ്. ഹീറ്റ് അളക്കുന്ന യൂണിറ്റുകൾ. ഒന്നാമതായി കലോറി. CGS സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് കലോറി. കലോറി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, it is the quantity of heat required to raise the temperature of 1 gram of water through 1 degree centigrade. 1 ഗ്രാം വെള്ളത്തിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉയർത്താൻ ആവശ്യമായ ഹീറ്റിൻ്റെ അളവ്. അടുത്തത് BTHU, ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ്. FPS സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഹീറ്റിൻ്റെ യൂണിറ്റാണ് BTHU. ഇത് ഡിഫൈൻ ചെയ്യുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദി ടെമ്പറേച്ചർ ഓഫ് 1 pound ഓഫ് വാട്ടർ ത്രൂ 1 ഡിഗ്രി ഫാരൻഹീറ്റ്. 1 പൗണ്ട് വെള്ളത്തിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി ഫാരൻഹീറ്റ് ഉയർത്താൻ ആവശ്യമായ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്, അതാണ് ഒരു BTHU. അടുത്തതാണ് CHU, സെൻറ്റിഗ്രേഡ് ഹീറ്റ് യൂണിറ്റ്. ഡിഫൈൻ ചെയ്യുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദി ടെമ്പറേച്ചർ ഓഫ് 1 pound ഓഫ് വാട്ടർ ത്രൂ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അടുത്തതാണ് ജൂൾ. സിസ്റ്റം ഇൻ്റർനാഷണൽ, അതായത് SI സിസ്റ്റം പ്രകാരം ഹീറ്റിൻ്റെ യൂണിറ്റ് ജൂളാണ്. ഒരു കലോറി എന്ന് പറഞ്ഞാൽ 4.186 ജൂൾ. 1 calorie equal to 4.186 joule. And 1 CHU is equal to 453.6 calorie. ഒരു സെൻറ്റിഗ്രേഡ് ഹീറ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 453.6 കലോറിക്ക് തുല്യമാണ്. അതുപോലെ ഒരു BTHU എന്ന് പറഞ്ഞാൽ 252 കലോറിക്ക് തുല്യമാണ്. CHU BTHU റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു CHU സമം 1.8 BTHU. അടുത്തതായി എഫക്ട്സ് ഓഫ് ഹീറ്റ്. ഏതൊക്കെയാണ് ഹീറ്റിൻ്റെ എഫക്റ്റുകൾ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അതായത് ഒരു പദാർത്ഥത്തിനെ ചൂടാക്കുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറിന് വ്യത്യാസം വരുന്നു.
അടുത്തത് ചേഞ്ച് ഇൻ സൈസ്. സോളിഡ്സും ലിക്വിഡ്സും ചൂടാക്കുമ്പോൾ, അതായത് അതിന് ഹീറ്റ് എനർജി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവയെല്ലാം എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്ത വോളിയം ഇൻക്രീസ് ചെയ്യും. അങ്ങനെ സൈസിൽ ചേഞ്ച് സംഭവിക്കും. അടുത്തത് ചേഞ്ച് ഇൻ സ്റ്റേറ്റ്. ബേസിക്കലി പദാർത്ഥത്തിന് 3 സ്റ്റേറ്റുകളാണുള്ളത്: സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ്. അപ്പോൾ ഒരു വസ്തുവിനെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് അതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സോളിഡ്സ് മെൽറ്റ് ചെയ്ത് ലിക്വിഡ്സ് ആവാനും, അതുപോലെ ലിക്വിഡ്സ് വേപ്പറൈസ് ചെയ്ത് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകാനും സാധിക്കും. അടുത്തതാണ് ചേഞ്ച് ഇൻ സ്ട്രക്ചർ. ചേഞ്ച് ഇൻ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് വഴി നമ്മൾ മെറ്റൽസിനെ ചൂടാക്കുമ്പോൾ അതിൻ്റെ സ്ട്രക്ചറിന് വ്യത്യാസം വരും. അതായത് അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ മീൻസ് ഗ്രാനുലാർ സ്ട്രക്ചർ. സ്റ്റീലിൻ്റെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്രാനുലാർ സ്ട്രക്ചറിന് വ്യത്യാസം സംഭവിക്കും. അടുത്തത് ചേഞ്ച് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അതുദ്ദേശിക്കുന്നത് അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും അങ്ങനെയുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്ന വ്യത്യാസം. അടുത്തതായി സ്പെസിഫിക് ഹീറ്റ്. സ്പെസിഫിക് ഹീറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദി ടെമ്പറേച്ചർ ഓഫ് 1 gram ഓഫ് സബ്സ്റ്റൻസ് ത്രൂ 1 degree സെൻറ്റിഗ്രേഡ്. ഏതൊരു പദാർത്ഥത്തിൻ്റെ ആയാലും 1 gram എടുക്കുക, അതിൻ്റെ ടെമ്പറേച്ചർ 1 degree സെൻറ്റിഗ്രേഡ് ഉയർത്താൻ ആവശ്യമായത്, അതായത് ഇപ്പോൾ 4 ഡിഗ്രിയിലാണ് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജെങ്കിൽ അത് 5 ഡിഗ്രിയായി മാറുക. അപ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വരിക 1 degree സെൻറ്റിഗ്രേഡ്. അങ്ങനെ 1 degree സെൻറ്റിഗ്രേഡ് ഉയർത്താൻ ആവശ്യമായ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റിനെയാണ് എന്ത് പറയുന്നത്? സ്പെസിഫിക് ഹീറ്റ്. സ്പെസിഫിക് ഹീറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദി ലെറ്റർ എസ്. സ്മോൾ ലെറ്റർ എസ് വെച്ചിട്ടാണ് സ്പെസിഫിക് ഹീറ്റ് ഡിനോട്ട് ചെയ്യുന്നത്. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ഈക്വൽ ടു 1 calorie. 1 കലോറിയാണ് വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ്. ആൻഡ് ദാറ്റ് ഓഫ് അലുമിനിയം ഈസ് 0.22 calorie. അലുമിനിയത്തിൻ്റെ സ്പെസിഫിക് ഹീറ്റ് 0.22. കോപ്പറിൻ്റെ ആണെങ്കിൽ 0.1 calorie. അയോണിൻ്റെ സ്പെസിഫിക് ഹീറ്റ് 0.12 calorie. അടുത്തത് തെർമൽ കപ്പാസിറ്റി. It is the amount of heat required to raise the temperature of a substance through 1 degree centigrade. അതായത് ഒരു പദാർത്ഥത്തിൻ്റെ ടെമ്പറേച്ചർ 1 degree സെൻറ്റിഗ്രേഡ് ഉയർത്താൻ ആവശ്യമായ ഹീറ്റിൻ്റെ അളവ്. ഇവിടെ സ്പെസിഫിക് ഹീറ്റുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പദാർത്ഥത്തിൻ്റെ യൂണിറ്റ് മാസ് അല്ല എടുക്കുന്നത്, ഹോൾ മാസ് ഓഫ് സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചറാണ് എന്ത് ചെയ്യുന്നത്? 1 degree സെൻറ്റിഗ്രേഡ് ഉയർത്തുന്നത്. തെർമൽ കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു m into s calories, where m is the mass and s is the specific heat. Next one, calorific value. Calorific value is the amount of heat released by the complete combustion of a unit quantity of fuel. ഒരു ഫ്യുവലിൻ്റെ യൂണിറ്റ് ക്വാണ്ടിറ്റി എടുക്കുക, അത് പൂർണ്ണമായും ജ്വലിച്ച് റിലീസ് ചെയ്യുന്ന ഹീറ്റിൻ്റെ അളവ്. അതാണ് കലോറിഫിക് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, വാട്ടർ ഈക്വലൻറ്റ്. ഇറ്റ് ഈസ് ദി മാസ് ഓഫ് വാട്ടർ വിച്ച് വിൽ അബ്സോർബ് ദി സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് ആസ് ദി ഗിവൺ സബ്സ്റ്റൻസ് ഫോർ ദി സെയിം ടെമ്പറേച്ചർ റൈസ്. ഒരു പദാർത്ഥത്തിൻ്റെ ഊഷ്മാവ് എത്രയാണോ ഉയർത്തിയത് അതേ ക്വാണ്ടിറ്റി ടെമ്പറേച്ചർ റൈസ് ഉണ്ടാവാൻ ആവശ്യമായ മാസ് ഓഫ് വാട്ടർ, അതാണ് എന്ത്? വാട്ടർ ഈക്വലൻറ്റ്.
Water equivalent equal to mass of the substance into specific heat of the substance. Next is types of heat. ഹീറ്റിൻ്റെ വിവിധ രൂപങ്ങൾ. 1. സെൻസിബിൾ ഹീറ്റ്. 2. ലേറ്റൻറ്റ് ഹീറ്റ്. സെൻസിബിൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഹീറ്റ് അബ്സോർബ്ഡ് ഓർ ഗിവൺ ഓഫ് ബൈ എ സബ്സ്റ്റൻസ് വിതൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഫിസിക്കൽ സ്റ്റേറ്റ്. ഫിസിക്കൽ സ്റ്റേറ്റിന് വ്യത്യാസം വരാതെ ഒരു പദാർത്ഥം അബ്സോർബ് ചെയ്യുകയോ റിലീസ് ചെയ്യുകയോ ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് എന്ത് പറയുന്നത്? സെൻസിബിൾ ഹീറ്റ്. ഇറ്റ് ഈസ് സെൻസിബിൾ. അത് നമുക്ക് സെൻസ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ ബൈ ദി വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ ഇൻ തെർമോമീറ്റേഴ്സ്. തെർമോമീറ്ററിലെ ടെമ്പറേച്ചർ വേരിയേഷൻ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ ലാറ്റൻറ്റ് ഹീറ്റ്. ലാറ്റൻറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഹീറ്റ് അബ്സോർബ്ഡ് ഓർ ഗിവൺ ഓഫ് ബൈ എ സബ്സ്റ്റൻസ് ഡ്യൂറിങ് എ ചേഞ്ച് ഓഫ് ഫിസിക്കൽ സ്റ്റേറ്റ്. അതായത് ഫിസിക്കൽ സ്റ്റേറ്റിന് ചേഞ്ച് വരുമ്പോൾ റിലീസ് ചെയ്യുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഹീറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ലാറ്റൻറ്റ് ഹീറ്റ്. 2 തരത്തിലുള്ള സ്റ്റേറ്റ് ചേഞ്ച് വരാം. ഒന്ന് ലിക്വിഡായി മാറുന്നത്, അതായത് സോളിഡ് ഫ്യൂസ് ചെയ്ത് ലിക്വിഡായി മാറുക, അല്ലെങ്കിൽ ലിക്വിഡ് വേപ്പറൈസ് ചെയ്ത് ഗേഷ്യസ് ഫോമിലേക്കാവുക. 2 തരത്തിൽ ലേറ്റൻറ്റ് ഹീറ്റ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, അല്ലെങ്കിൽ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് സ്റ്റീം. ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ 80 കലോറി പെർ ഗ്രാമാണ്. ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് സ്റ്റീം എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ കേസിൽ 540 കലോറി പെർ ഗ്രാമാണ്. നെക്സ്റ്റ് വൺ ടെമ്പറേച്ചർ. എല്ലാവർക്കും പരിചിതമായ വേർഡാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഊഷ്മാവ് അല്ലെങ്കിൽ താപനില. ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി. ഒരു വസ്തുവിന് എത്രമാത്രം ചൂടുണ്ട് അല്ലെങ്കിൽ തണുപ്പുണ്ട് അത് മെഷർ ചെയ്യുന്നതാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഈസ് മെഷേർഡ് യൂസിങ് തെർമോമീറ്റർ. നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളതാണ് അല്ലേ? നമുക്ക് പനിയൊക്കെ വരുമ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയാൽ നമ്മുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ക്ലിനിക്കൽ തെർമോമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നു. ടെമ്പറേച്ചർ മെഷറിംഗ് സ്കെയിൽസ്. ടെമ്പറേച്ചർ മെഷറിംഗ് സ്കെയിൽ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നീളമൊക്കെ അളക്കാനായിട്ട് സ്കെയിൽ ഉപയോഗിക്കുന്നില്ലേ, അതുപോലെ ടെമ്പറേച്ചറും നമ്മൾക്ക് അളവായിട്ട് കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് സ്കെയിൽ ഉപയോഗിക്കുന്നത്. ഈ ടെമ്പറേച്ചറിൻ്റെ സ്കെയിലിൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഫിനിഷിംഗ് പോയിൻറ്റും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ 2 റെഫറൻസ് പോയിൻറ്റുകൾ, ഒന്ന് വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റും രണ്ടാമത്തെ റെഫറൻസ് പോയിൻ്റായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻ്റാണ്. ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ സ്കെയിലുകൾ അവൈലബിൾ ആണ്. ഓരോന്നിലും ഫ്രീസിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഒന്നാമത്തത് ഡിഗ്രി സെൻറ്റിഗ്രേഡ്, അതായത് സെൻറ്റിഗ്രേഡ് സ്കെയില് വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. നെക്സ്റ്റ് വൺ ഫാരൻഹീറ്റ് സ്കെയിൽ. ഫാരൻഹീറ്റ് സ്കെയിലിൽ ഫ്രീസിംഗ് പോയിൻ്റ് 32 ഡിഗ്രി എഫും ബോയിലിംഗ് പോയിൻ്റ് 212 ഡിഗ്രി എഫും. കെൽവിൻ സ്കെയിലിൽ ഫ്രീസിംഗ് പോയിൻ്റ് 273 ഡിഗ്രി കെയും ബോയിലിംഗ് പോയിൻ്റ് 373 ഡിഗ്രി കെയുമാണ്. നെക്സ്റ്റ് വൺ ഈസ് റീമർ സ്കെയിൽ. റീമർ സ്കെയിലിൽ ഫ്രീസിംഗ് പോയിൻ്റ് 0 ഡിഗ്രി ആർ ആൻഡ് ദി ബോയിലിംഗ് പോയിൻ്റ് ഈസ് 80 ഡിഗ്രി ആർ. ഈ ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ സ്കെയിൽ വെച്ച് അളന്നാലും നമ്മൾക്ക് ഈ ടെമ്പറേച്ചർ കൺവേർഷൻ ഫോർമുല വെച്ച് നമ്മൾക്ക് കൺവീനിയൻ്റ് ആയ സ്കെയിലിലേക്ക് ടെമ്പറേച്ചറിനെ മാറ്റാൻ സാധിക്കും.
അതിനുപയോഗിക്കുന്ന ഫോർമുല ഡിഗ്രി R/80 ഈക്വൽ ടു ഡിഗ്രി C/100 ഈക്വൽ ടു ഡിഗ്രി K-273/100 ഈക്വൽ ടു ഡിഗ്രി F-32/180. ഈ ടെമ്പറേച്ചർ കൺവേർഷൻ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ ഓൾറെഡി പ്രോബ്ലംസ് യൂണിറ്റ്സ് ആൻഡ് കൺവേർഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ചെയ്തിട്ടുണ്ട്. ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ തന്നാലും ഡിഗ്രി ഫാരൻഹീറ്റിൽ തന്നാലും ഡിഗ്രി കെൽവിനിൽ തന്നാലും റീമറിൽ തന്നാലും നമ്മളോട് പറയുന്ന സ്കെയിലിലേക്ക് നമ്മൾക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് ടെമ്പറേച്ചറിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആ പ്രോഗ്രാം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈ പ്രസൻറ്റേഷനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അടുത്തതായി ടെമ്പറേച്ചർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. തെർമോമീറ്ററും പൈറോമീറ്ററുമാണ് ടെമ്പറേച്ചർ മെഷറിങ്ങിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്. തെർമോമീറ്റർ ഉപയോഗിച്ച് ഒരു 300 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ മെഷർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ വെരി ഹൈ ടെമ്പറേച്ചർ മെഷർമെൻറ്റിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് പൈറോമീറ്റർ. തെർമോമീറ്റർ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. സാധാരണ മെർക്കുറി തെർമോമീറ്റേഴ്സാണ് ഉപയോഗിക്കുക. മെർക്കുറിയും ആൽക്കഹോളും നമുക്ക് തെർമോമീറ്റർ ലിക്വിഡായിട്ട് ഉപയോഗിക്കാം. ബട്ട് മോസ്റ്റ്ലി മെർക്കുറിയാണ് ഉപയോഗിക്കുന്നത്. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ മെർക്കുറിക്കൊരു ഷൈനി ഗ്ലോ ഉണ്ട്. അതുപോലെ അത് ഗ്ലാസ് ട്യൂബിന് അഡ്ഹർ ചെയ്യില്ല. അത് ഗ്ലാസ് ട്യൂബിൽ എന്ത് ചെയ്യില്ല, പറ്റിപ്പിടിക്കില്ല. അതുകൊണ്ട് മെർക്കുറിയാണ് സാധാരണ ക്ലിനിക്കൽ തെർമോമീറ്ററുകളിലൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ പൈറോമീറ്റർ ഉപയോഗിക്കുന്നത്, പൈറോമീറ്റർ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. തെർമോ ഇലക്ട്രിക് പൈറോമീറ്റർ, റേഡിയേഷൻ പൈറോമീറ്റർ, റെസിസ്റ്റൻസ് പൈറോമീറ്റർ, ഒപ്റ്റിക് പൈറോമീറ്റർ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. പക്ഷെ നമുക്കതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ തെർമോ ഇലക്ട്രിക് പൈറോമീറ്റർ ഒരു 1600 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ അളക്കാൻ തെർമോ ഇലക്ട്രിക് പൈറോമീറ്റർ മതിയാവും. പിന്നെ 3000 ഡിഗ്രി സെൻറ്റിഗ്രേഡ്, അതായത് നമ്മൾ റെഡ് ഹോട്ട് മെറ്റൽസ്, ഈ ഇരുമ്പിനെയൊക്കെ പഴുപ്പിച്ചിട്ട് റെഡ് ഹോട്ട് കളറിൽ കണ്ടിട്ടില്ലേ, അങ്ങനെയുള്ള ആ ടെമ്പറേച്ചറൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുക, റേഡിയേഷൻ പൈറോമീറ്റർ ഉപയോഗിക്കുക. തെർമോ ഇലക്ട്രിക് പൈറോമീറ്റർ തന്നെ അതിൽ 2 ബൈമെറ്റാലിക് സ്ട്രിപ്പുകളാണ് ഉപയോഗിക്കുക. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകണ്ട. അത് തന്നെ ഡിഫറെൻറ്റ് മെറ്റൽസ് യൂസ് ചെയ്തിട്ട് ടെമ്പറേച്ചർ ഒരു കോൺസ്റ്റൻറ്റിനും പിന്നെ പ്ലാറ്റിനം അങ്ങനെയുള്ള മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുക. ഓരോ ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സിനും നമുക്ക് കൺവീനിയൻ്റ് ആയ പൈറോമീറ്റർ, തെർമോ ഇലക്ട്രിക് പൈറോമീറ്റർ ഉപയോഗിക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ, ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ്. ഹീറ്റിൻ്റെ ട്രാൻസ്മിഷൻ ബേസിക്കലി 3 മെത്തേഡ്സാണ് ട്രാൻസ്മിഷൻ പറയുന്നത്: കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും പണ്ട് ചെറിയ ക്ലാസ്സുകളിലൊക്കെ, ചാലനം. കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ സംവഹനം. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ വികിരണം. കണ്ടക്ഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ ഒക്കേഴ്സ് ഇൻ സോളിഡ്സ്. ഖരപദാർത്ഥങ്ങളിൽ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്മിഷൻ മെത്തേഡാണ് കണ്ടക്ഷൻ. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു മെറ്റൽ പീസ് എടുത്തിട്ട് ഒരു എൻഡ് ചൂടാക്കുകയാണെങ്കിൽ മറ്റേ എൻഡിൽ നമ്മൾക്ക് ഹീറ്റ് അനുഭവപ്പെടും. അതാണ് സോളിഡ്സിലെ ഹീറ്റ് ട്രാൻസ്മിഷൻ മെത്തേഡ്സിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. അതെന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഹീറ്റ് ചെയ്യുന്ന എൻഡിലെ മോളിക്യൂൾസ് ചൂടായി വൈബ്രേറ്റ് ചെയ്യും, തൊട്ടടുത്തുള്ള മോളിക്യൂൾസിനെ ഹീറ്റ് ചെയ്യും. അങ്ങനെ ഒരു വൈബ്രൻ്റ് എനർജി ട്രാൻസ്മിഷനാണ് അവിടെ നടക്കുന്നത്. ഹീറ്റ് ട്രാൻസ്മിറ്റഡ് ഡ്യൂ ടു ദി കോണ്ടാക്ട് വിത്തൗട്ട് എനി മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻ്റ് ഒന്നും അവിടെ നടക്കണില്ല. ഈ കോണ്ടാക്റ്റ്, അതായത് അടുത്തടുത്തായിട്ടാണ് സോളിഡ്സിൽ മോളിക്യൂൾസൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഈ അടുത്തടുത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ ഹീറ്റ് ട്രാൻസ്മിഷൻ, അതായത് ചൂടായത് തൊട്ടടുത്തുള്ളതിനെ ചൂടാക്കും, അങ്ങനെ ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്തിട്ടാണ് ഈ ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നത് കണ്ടക്ഷനിൽ.
നെക്സ്റ്റ് വൺ ഈസ് കൺവെക്ഷൻ, സംവഹനം. മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ ദാറ്റ് ഒക്കേഴ്സ് ഇൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. ലിക്വിഡ്സിലും ഗ്യാസസിലും നടക്കുന്ന ഹീറ്റ് ട്രാൻസ്മിഷൻ മെത്തേഡാണ് കൺവെക്ഷൻ. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ വെള്ളം തിളപ്പിക്കില്ലേ, അതാണ് ബെസ്റ്റ് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുക. താഴെ നമ്മൾ ചൂടാക്കുമ്പോൾ താഴത്തെ അതിനോട് ചേർന്നിട്ടുള്ള വാട്ടർ മോളിക്യൂൾസ് ചൂടാവും. അതിൻ്റെ ലിക്വിഡ്സ് ചൂടാവുമ്പോൾ അതിൻ്റെ സാന്ദ്രത കുറയും. സാന്ദ്രത കുറഞ്ഞ പാർട്ടിക്കിൾസ് മുകളിലേക്ക് പോവും. ആ ഭാഗത്തേക്ക് സാന്ദ്രത കൂടിയ പാർട്ടിക്കിൾസ് വരും, അവ ചൂടാവും. അങ്ങനെ മൊത്തം വെള്ളം തിളയ്ക്കും. ഹീറ്റ് ട്രാൻസ്മിറ്റഡ് ഡ്യൂ ടു മൂവ്മെൻറ്റ് ഓഫ് ഹീറ്റഡ് പാർട്ടിക്കിൾസ്. അവിടെ ഒരു ആക്ച്വൽ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് റേഡിയേഷൻ. ഇറ്റ് ഈസ് ദി മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ വിത്തൗട്ട് എനി മീഡിയം. യാതൊരു മീഡിയത്തിൻ്റെ ആവശ്യമില്ലാതെ ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നതാണ് ഏത്? റേഡിയേഷൻ. റേഡിയേഷൻ നടക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് മുഖേനയാണ്. എക്സാമ്പിൾ, നമ്മുടെ സണ്ണിൽ നിന്നും ഹീറ്റ് എനർജി ഭൂമിയിലെത്തുന്നത് ബെസ്റ്റ് എക്സാമ്പിളാണ് റേഡിയേഷൻ. നെക്സ്റ്റ് വൺ, ഹീറ്റ് ലോസ് ആൻഡ് ഹീറ്റ് ഗെയിൻ. The amount of heat lost or gained can be found using the formula Q is equal to m into S into delta T, where m is the mass, S is the specific heat, and delta T is the change in temperature. ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് ഒരു വസ്തുവിന് ഹീറ്റ് ലോസോ ഹീറ്റ് ഗെയിനോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ 4.2 കിലോജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. അതായത് 4200 ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൻറ്റിഗ്രേഡ്. സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഐസ് 2.1 കിലോജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൻറ്റിഗ്രേഡ് വിച്ച് ഇസ് ഈക്വൽ ടു 2100 ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൻറ്റിഗ്രേഡ്. നമ്മൾക്ക് രണ്ട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കാം. 120 liters of water is heated from 20 degrees centigrade to 85 degrees centigrade. Find the amount of heat added to it. ഒരു 120 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിനെ ചൂടാക്കി. 20 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉണ്ടായത് എത്രയായി മാറി? 85 ഡിഗ്രി സെൻറ്റിഗ്രേഡായി മാറി. അപ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് അഡീഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ആസ് പെർ ദി ഇക്വേഷൻ, amount of heat added equal to m into S into delta T. നമ്മൾക്ക് m തന്നിട്ടുണ്ട് 120, S തന്നിട്ടുണ്ട് 4.2 കിലോജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ നമ്മൾക്ക് കണ്ടുപിടിക്കാം, കാരണം ഇനീഷ്യലും ഫൈനലും തന്നിട്ടുണ്ട്. അപ്പോൾ ചേഞ്ച് കണ്ടുപിടിക്കാൻ ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് initial temperature, that is 85 minus 20 is equal to 65 degree centigrade. Direct substitute a equation le, and we found Q is equal to 120 into 4.2 into 65 which is equal to 32,760 kilojoule. Next one, find out the specific heat if we require 510 calories to raise the temperature of 170 gram of material from 50 degree centigrade to 80 degree centigrade. എന്താണ് പറയുന്നത് വെച്ചാൽ ഇവിടെ സ്പെസിഫിക് ഹീറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. 510 കലോറി ഹീറ്റ് ആവശ്യം വന്നു. എന്തിന്? 170 ഗ്രാം മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ 50 ഡിഗ്രി സിയിൽ നിന്നും 80 ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇക്വേഷൻ എടുത്തെഴുതാം. എമൗണ്ട് ഓഫ് ഹീറ്റ് ആഡഡ് ഈക്വൽ ടു Q is equal to m into S into delta T. തന്നിരിക്കുന്ന ഡാറ്റാസ് എടുത്തെഴുതുക. Q is equal to 510 calorie, m is equal to 170 gram. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക. ഡെൽറ്റ T is equal to final temperature minus initial, that is 80 minus 50 which is equal to 30 degree centigrade. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 510 equal to 170 into S into 30 which is equal to 0.1 calorie per
ഗ്രാം ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്, കാരണം നമ്മൾക്ക് ഗ്രാമിലാണ് തന്നിരുന്നത്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.